എല്ലാവർക്കും നമസ്കാരം. ജന്മനക്ഷത്ര കല്ലുകളെക്കുറിച്ചാണ് പറയുന്നത്. അശ്വതി നക്ഷത്രത്തിൻ്റെ ജന്മനക്ഷത്ര കല്ല് വൈഡൂര്യം എന്ന പേരിൽ വിളിക്കുന്ന ക്യാറ്റ്സൈ എന്ന് പറയുന്ന കല്ലാണ്. വൈഡൂര്യം എന്ന് പറഞ്ഞാൽ രാത്രിയിലും തിളങ്ങുന്ന ഒരു രത്നമാണ്. പൂച്ചയുടെ കണ്ണ് എങ്ങനെയാണോ രാത്രി സമയത്ത് തിളങ്ങുന്നത്, അതേപോലെ തിളങ്ങുന്ന ഒന്നാണ് ഈ വൈഡൂര്യക്കല്ല്. ഇത് കേതു ഗ്രഹത്തിൻ്റെ ചൈതന്യവും ഊർജവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രത്നം ധരിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് അനുകൂലമായിരിക്കുന്ന രത്നമാണ്. പ്രധാനമായും ഈ കേതുർദശ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കേതുവിന് ഹേതു വേണ്ട എന്ന് പറയുന്നുണ്ട്. കേതു എന്ന് പറയുന്ന ഗ്രഹത്തിനെക്കുറിച്ച് അങ്ങനെ അതൊരു വിപരീത ശക്തി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹമായിട്ടാണ് പറയുന്നത്. പാപഗ്രഹങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. പക്ഷേ അതിനും നല്ല അനുഭവങ്ങളെ തരാൻ സാധിക്കും. അത് നല്ല സ്ഥാനങ്ങളിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളതിനെ ആശ്രയിച്ചാൽ ഒക്കെ ഏത് പാപഗ്രഹത്തിനും നല്ല അനുഭവങ്ങളെ തരാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെയും. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ കേതു എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന രത്നവും അനുകൂലമാണ്. ഇപ്പോൾ ഈ രത്നങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം ഇതിനുണ്ട്. അതായത് ഈ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണം നൽകുക എന്ന് പറയുന്ന ധരിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ദുഷ്ടശക്തികളുണ്ട്, വിപരീതോർജ്ജങ്ങൾ, നെഗറ്റീവ് എനർജികൾ. അത് തനിയെ വരുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കെതിരെ പ്രയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാകാം. ഇങ്ങനെ പല തരത്തിലും അത് വരാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ സംരക്ഷണം തരാൻ നമുക്ക് എല്ലാ സമയത്തും, രാത്രിയാവട്ടെ പകലാവട്ടെ, സഞ്ചരിക്കുമ്പോഴാവട്ടെ, ഭൂമിയുടെ ഏത് ദേശത്ത് പോകുമ്പോഴാകട്ടെ, സംരക്ഷണം നൽകുന്നതിന് ഈ ഒരു രത്നം നമുക്ക് സഹായിക്കും. ഇത് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള മുൻകാലങ്ങളിലൊക്കെ മന്ത്രവാദങ്ങളും അതേപോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ധരിച്ചുകൊണ്ടിരുന്ന രത്നമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ ദോഷകരമായിട്ട് വരാതിരിക്കാനും, അതുപോലെ അതിൻ്റെ ശക്തി 10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇതിന് മാർജാര നയനം എന്നൊരു പേരും കൂടെയുണ്ട്. പൂച്ചയുടെ കണ്ണ് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ്. അതിൽ കണ്ണിങ്ങനെ മാറുന്നത് പോലെ നമുക്ക് തോന്നാം. അപ്പോൾ ഇതിൻ്റെ കേരളത്തിൽ ഇതിൻ്റെ ലഭ്യതയുള്ള സ്ഥലങ്ങൾ പറയുന്നുണ്ട്. കൊട്ടാരക്കര മുതൽ പാറശാല വരെയുള്ള നദിയുടെ തീരങ്ങളിൽ ഈ രത്നങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് ധരിക്കുന്നത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഗവേഷണ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക്, അതിൽ വിജയമുണ്ടാക്കാൻ, പ്രശസ്തി ആഗ്രഹിക്കുന്നവർ, അത് വേണ്ട ആൾക്കാർ, അതുപോലെ ആകർഷണ സ്വഭാവമുള്ളത് കൊണ്ട് ഒരുപാട് ആകർഷണം നമുക്കുണ്ടാക്കിയെടുക്കാൻ ഒക്കെ വേണ്ടിയിട്ട് ഇതെല്ലാം ധരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഭയം, അധികമായ ഭയം, വൃഥാ ഭയം എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. വെറുതെ ഭയമുണ്ടാകുക. ചില ആൾക്കാർക്ക് വെറുതെ ഭയമുണ്ടാവാം. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച്, വരാതിരിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് ഭയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ആരോഗ്യം ഉണ്ടാകാൻ, മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും മറ്റൊരു കാര്യം, ഈ മുഖരോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുക ഈ രത്നത്തിന്. മുഖത്തുണ്ടാകുന്ന രോഗങ്ങൾ ഏത് തരത്തിലുള്ളതായാലും അതിനെ മാറ്റാനുള്ള കഴിവുണ്ട്. പ്രത്യേക തേജസ് ആയിട്ട് നമുക്ക് നൽകുമത്. അതേപോലെ രാഹുവും കേതുവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ സന്താന ഗുണം ഉണ്ടാക്കാൻ ഉള്ള കഴിവ് ഇതിനുണ്ട്. ഈ വിപരീത ശക്തികളെ ആരാധിക്കുന്നവർ ഈ രത്നങ്ങൾ കൈവശം വയ്ക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഈ വിപരീത ശക്തികളെ കൊണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തി എടുക്കുന്നത്. അപ്പോൾ ഈ ശരിക്കുമുള്ള ഈ രത്നത്തിന്, എല്ലാ രത്നങ്ങൾക്കും, ഈ വൈഡൂര്യത്തിന് മാത്രമല്ല എല്ലാ രത്നങ്ങൾക്കും അതിൻ്റെ നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുന്നത്, ഒറിജിനൽ രത്നങ്ങൾക്ക് വില കൂടുതലാണ്.
അപ്പോൾ അതിന് പകരമായിട്ട് ഉപരത്നങ്ങളുണ്ട്. ഇതിൻ്റെ തന്നെ ഫലങ്ങളെ ഉണ്ടാക്കുന്ന വില കുറഞ്ഞ രത്നങ്ങളാണ് ഉപരത്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാവാം. അപ്പോൾ അതിൽ വൈഡൂര്യത്തിൻ്റെ ഉപരത്നങ്ങളിൽപ്പെട്ടതാണ് ടൈഗർ ഐ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതുപോലെ ടർക്കോയിസ് എന്ന് പറയുന്ന രത്നമുണ്ട്. ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാലും ഇതിൻ്റെ ചെറുതായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഇത് എങ്ങനെയൊക്കെ ആയാലും അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് ധരിക്കാം എന്ന് പൊതുവേ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാ രത്നങ്ങളും ധരിക്കും മുൻപ് ഒരു ഉത്തമനായ ദൈവജ്ഞനെ കണ്ട് ഒന്നുകൂടെ പരിശോധിപ്പിച്ചിട്ട് വേണം അത് ധരിക്കാൻ. രത്നധാരണം നമ്മളുടെ ആദ്യത്തെ പരിഹാരങ്ങളിൽപ്പെട്ടതാണ്. ജ്യോതിഷ വിധിപ്രകാരമുള്ള പരിഹാര ഭാഗങ്ങൾ, ജ്യോതിഷം എന്ന് വെച്ചാൽ പരിഹാര ഭാഗമാണ്. അതിൽ ആദ്യം നിർദ്ദേശിച്ചത് രത്നധാരണം തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ പോരായ്മ കൊണ്ടോ അതിൻ്റെ ദോഷം കൊണ്ടോ വിപരീത ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ വന്നതുകൊണ്ടോ ആണ് നമ്മൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ അതിനെ ചെറുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ആ ഗ്രഹത്തിൻ്റെ അനുകൂല ഊർജ്ജത്തെ നേരിട്ട് ശരീരത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ആൻറ്റിനകളാണ് രത്നങ്ങൾ. അപ്പോൾ അത് ശരിയായ വിധത്തിൽ തന്നെ നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പരിഹാരങ്ങൾ തന്നെയാണിത്. ആദ്യമായി പറഞ്ഞിരിക്കുന്ന ഏറ്റവും ശക്തമായ പരിഹാരവുമാണ്. ഇടയ്ക്ക് ഒരു മധ്യവർത്തികൾ അതിൻ്റെ ആവശ്യമില്ല മറ്റാരുടെയും. ആ രത്നം നേരിട്ട് ഗ്രഹവുമായി ബന്ധപ്പെട്ട ഊർജ്ജം നമുക്ക് നൽകുന്നുണ്ട്. അത് ധരിച്ചിരിക്കുന്ന ആൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും വേണ്ട അതിൻ്റെ ആ ഊർജ്ജം കിട്ടാനായിട്ട്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ നാച്ചുറൽ രത്നങ്ങൾക്ക് വിലപിടിപ്പുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഊർജ്ജവുമുണ്ട് ശരിയായ വിധത്തിൽ. അത് ധരിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി അതിനെക്കുറിച്ച് നമ്മുടെ ജാതകം വച്ച് അത് പരിശോധിച്ചിട്ട് അതിന് അനുകൂലമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം എല്ലാ രത്നങ്ങളും ധരിക്കുവാൻ. എല്ലാവർക്കും സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.